8ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാം പാഠഭാഗമായ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന ഭാഗമാണ് ഞാനിപ്പം വായിക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? പ്രിയ എസ് എന്ന് പറയുന്ന ചെറുകഥാകൃത്താണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. താളുകൾക്കിടയിലൊരു മയിൽപ്പീലി. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ. വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്ന് തോന്നും. വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കെട്ടെത്തുകയായി. ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും 1ാം സ്ഥാനമാണ്. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപ്പീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2ഓ 3ഓ പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷച്ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും. പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തു എന്ന പോലെ ചേർത്തു പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കും. എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവയ്ക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടിപ്പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്കു മീതെ കൂടി കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു. ചുറ്റുമൊഴുകിപ്പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി. മുറ്റത്തെവിടെയോ തകർത്തു നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞുകയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്നോർമ്മിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങിത്തീർന്നു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എൻ്റെ അടുത്തു വന്ന് നിന്ന് നീലകണ്ഠൻ പറയും, അനുതാര ഇന്ന് വരുന്ന് എനിക്കറിയായിരുന്നല്ലോ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു, താര, അനുതാര, അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറയും. എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ബക്രാനിങ്കലിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപ്പായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും. ഉപകഥകൾ പോലെ എൻ്റെയുള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തിത്തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല. ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴി മാറി നടന്നു. ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല. അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല. മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരേക്കാളും ഭംഗിയായി ചിരിക്കും. കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കു കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്നെനിക്ക് തോന്നി. 2 ഷർട്ടുകളേയുള്ളൂ നീലകണ്ഠന്, ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച. നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറിയുമുണ്ടാവും.
ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി. വീട്ടിൽ പുറംവേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതി അമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുന്നതും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത്. നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു. പാവം നീലകണ്ഠൻ അച്ഛനില്ല. അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാമെന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി. പുതിയ ചെരുപ്പ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും, എട്ടുകാലിയെ കൊല്ലാനും, അസുഖം വന്നാൽ പൂപോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറഞ്ഞു. നീലകണ്ഠന് അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു. നീലകണ്ഠന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു. 1-ാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസ് ടീച്ചർ എന്നെ നീലകണ്ഠൻ്റെ അടുത്തിരുത്തി. പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലാക്കിയിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു. നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു. രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. ഇൻ്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപ്പീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു. ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത്. ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകൾ വിടർന്നു. ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത് എന്നൊരത്ഭുതം. ഈ വീടിൻ്റെ തുറന്നിട്ട വാതിലിൽ കൂടി ദാ ഞാനിപ്പോൾ അകത്തു കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി. ആദ്യം ഒരു മയിൽ, പൂച്ച, വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയുമായിരുന്നുള്ളൂ. നീലകണ്ഠൻ്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്തു കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി. ലോകത്തിനെക്കുറിച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. 5-ാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങളെല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു. അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം, ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ്, പഠിക്കെന്ന് പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല, തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മൂക്കുത്തിയും നക്ഷത്ര കണ്ണുകളുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു. അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെയെ എനിക്കറിയാമായിരുന്നുള്ളൂ, നീലകണ്ഠൻ. അമ്മയും അച്ഛനും മാറി മാറി പറയുന്നതുകൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ, ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നതുകൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം. പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെയൊരു നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ആ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങിത്തന്നു. പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു. ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു. സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞ് തോറ്റു. വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി. പിടികിട്ടാ ഉയരത്തിൽ പറന്നു തിമർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തി പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു. നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി, ഇനി സ്കൂളിൽ വരില്ലാത്രേ. ഞാനത് തീരെ ഗൗനിച്ചില്ല. അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരു കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലിയുടുത്ത് ബ്ലൗസിന് മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ
ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിനരികെ നീലകണ്ഠൻ. പോണേനു മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശിയല്ലായിരുന്നോ ഇവന്? എന്നെ ചേർത്തു പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു. എന്താണവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ആർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠൻ്റെ അടുത്ത് ചെന്നു നിന്നു. നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു. എന്താണിങ്ങനെ എന്നമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. നീലകണ്ഠൻ്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു. മന്ദാരപ്പൂ പോലെ. ഇവൻ്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ്. അങ്ങ് കിഴക്കൻ നാട്ടിൽ ഇവൻ്റെ അമ്മാവൻ്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നേ. നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറു പുന്നത്തളിര് കൊണ്ടുവന്നിരുന്നു. തളിർത്തു നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. അത് വെട്ടി വിറ്റു. തീർത്താലും തീരാണ്ടല്ലേ കടം. അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അയ്യയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി. ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഓരോ മുറിയിലും കൂടി കയറിയിറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിലെന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ചു രൂപയുമായി നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി. ഇനി എനിക്കെന്തിനാ പെൻസില്? എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതിനെന്താ നിറം? ഇതിനോ? കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എൻ്റെ പങ്കുകൂടി അനുധാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. പ്രിയ ASൻ്റെ കഥകൾ പ്രിയ AS.